നിഹ, ദിസ് ഈസ് ആരതി ഫ്രം ഇതാര വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് ആലോചിച്ചു എന്ത് വീഡിയോ എടുക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ഇവിടെ കിടക്കുന്നു, എൻ്റെ ഗാലറിയിൽ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇന്നോർത്തു എന്നാൽ പിന്നെ ഇതൊന്ന് ഇട്ടേക്കാം എന്ന്. അപ്പോൾ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഇവത്തിന്ന് തന്നെ മനസ്സിലായില്ലേ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ചക്കയിടലാണ്. എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടാണ് ഗൈസ് നിങ്ങളിത് കാണുന്നത്. കാരണം സ്വന്തമായി ഒരു തോട്ടി പോലെ ഉണ്ടാക്കി ആ ചക്കയിട്ട് എങ്ങനെയും ഒന്ന് താഴെ വരുത്തുക എന്നത് മാത്രമാണ് എൻ്റെ അമ്മ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കുറേ നേരം വിട്ട് പിടിച്ചു, പക്ഷെ അതങ്ങ് താഴെ വരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളതങ്ങ് താഴെ ഇട്ടു, അത് വേറെ കാര്യം. അതിൻ്റെ കൂടെ കിടന്ന് വേറൊരെണ്ണം കൂടി ഇട്ടു കേട്ടോ. എൻ്റെ വീഡിയോ എടുപ്പൽ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മ അങ്ങനെ അടുത്തത് ഏത് ഇടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇടുന്ന വീഡിയോസും ഉണ്ട് കേട്ടോ. പിന്നെ എന്താ, ഇങ്ങനെ ചക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് അടുത്തത് വേണോ എന്ന് അച്ചമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ അന്നേരം അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ അതും കൂടി അങ്ങ് ഇട്ടേരേന്നും പറഞ്ഞുകൊണ്ട് ഇടുന്ന ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം എന്നെ അമ്മയുടെ ചക്കയിടലിൻ്റെ കഷ്ടപ്പാട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 3 പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതിന് സന്തോഷം. അങ്ങനെ എൻ്റെ അമ്മയുടെ ചക്കയിടൽ ഇതാണ്, കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം പരിശ്രമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വകയുണ്ട്. പിന്നെ അതിന് തൊട്ടടുത്ത് താഴെ നിന്ന ചക്കയും വീഴ്ത്തിയിട്ടുണ്ട്. മണ്ടയിൽ നിന്ന ചക്ക ഇതുവരെ വീഴ്ത്തി നോക്കിയിട്ടില്ല. ഇങ്ങനെ താഴെയുള്ളതൊക്കെ ഇട്ടിട്ട് പിന്നെ അമ്മ ഒരു താഴേക്കൊക്കെ ഇറങ്ങി ഒന്ന് പരിശ്രമിച്ചു. ആ ചക്ക വീണില്ല ഗൈസ്, അതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ ഉള്ളത് ചക്ക വെട്ടിപ്പിറക്കുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. കുറേ ഇതുണ്ട്. അമ്മ വീണ്ടും ഇവിടെ കോടാലി കൊണ്ടാണ് കേട്ടോ ചക്ക വെട്ടാറ്. കോടാലി കൊണ്ട് അങ്ങനെ ചക്ക 2ആയി പൊളത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് കായം പോയാൽ ഇനി ഇരുന്ന് കണ്ടിക്കും. കാരണം 4-5 തവണ ഒരു 4ആയിട്ട് ഇനി കണ്ടിക്കും. അതും കോടാലി കൊണ്ടാണ് കണ്ടോ. അമ്മയുടെ പെർഫെക്ഷൻ നോക്കണേ. അമ്മ വെട്ടുന്നത് വേറൊരിടത്ത്, പക്ഷെ മുറിയുന്നത് വേറെ സ്ഥലത്ത്. പക്ഷെ എന്നാലും ചക്ക മുറിച്ചെടുക്കും, അത് വേറൊരു കാര്യം. ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ ചക്ക വെട്ടുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രസമുള്ള പ്രോസസ്സാണ്. കാരണം അതിനടുത്തിരിക്കുന്നവർ 1.5 കിലോമീറ്റർ അകലെ വേണം ഇരിക്കാൻ. കാരണം കോടാലിയുടെ അറ്റവും എവിടെ വീഴും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ, ഇല്ല നമുക്ക് കയ്യും കാലും ഒക്കെ വേണമെങ്കിൽ നമ്മൾ തന്നെ അത് സൂക്ഷിച്ചും കണ്ട് ഇരിക്കണം. അത് ഒട്ടും പേടിയില്ലാത്ത ഒരാളാണ് എൻ്റെ അച്ഛമ്മ അതിന് തൊട്ടടുത്ത് പോയി നിന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അങ്ങനെ ഇൻസ്ട്രക്ഷൻസും കൊടുത്ത് ഇതാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ഇങ്ങനെ കോടാലി കൊണ്ട് മുറിയാത്തത് ഞങ്ങളുടെ ചക്ക വെട്ടുന്ന മെയിൻ കത്തിയാണ് ഗൈസ്. അതിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നല്ല മൂർച്ചയാണ്. ഇങ്ങനെ ചക്ക വെട്ടി അമ്മ ഇങ്ങനെ പുറത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. ആ വീഡിയോസ് എടുക്കാൻ മറന്നു പോയിട്ടാണ് അമ്മയാണ് ഇനി പിന്നെ വീഡിയോസ് എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിരുന്ന് ഈ പരിപാടി എല്ലാം ചക്ക ഉരുക്കലും പെറുക്കലും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ കാലൊക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത്. അച്ചമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ചക്ക ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വീഡിയോസ് സത്യം പറഞ്ഞാൽ എടുത്തില്ല. നിങ്ങളുടെ വീട്ടിലെ ചക്ക സീസണൊക്കെ കഴിഞ്ഞോ അതോ കഴിഞ്ഞില്ലേ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ചക്കയൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ചക്ക വെട്ടുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.